മോസ്റ്റ് ഡേഞ്ചറസ് ട്രക്കിംഗ് എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ടിനേക്കാളും ഉയരമുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ട് നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിലുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇതാണ് കൊണ്ടരങ്ങി മല. കൊണ്ടരങ്ങി മലയിലേക്കുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ട്രക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. സോ നിങ്ങളെല്ലാവരും വീഡിയോ ഹൈ ക്വാളിറ്റി തന്നെ ഫുൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ യാത്ര തുടങ്ങിയാലോ? പോയിട്ട് വാങ്ങ പോയി ശാന്തി ശക്തിയുള്ള ദൈവം മല്ലേശ്വരര്. ഞങ്ങളിപ്പോൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് പാലക്കാട് വരെ KSRTCക്ക് പോയിട്ട് അവിടുന്ന് വെളുപ്പിനെ 4 മണിക്കുള്ള അമൃത എക്സ്പ്രസ്സിന് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. പിന്നെ ഇത്തവണത്തെ ട്രിപ്പിൽ പാലക്കാട് നിന്നുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ തന്നെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് 4 മണിക്കാണ് അമൃത എക്സ്പ്രസ് പുറപ്പെടുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഒട്ടൻചിത്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് 22 കിലോമീറ്റർ ബസ്സിലോ ഓട്ടോയിലോ ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടരങ്ങി മലയുടെ താഴെ തന്നെ ചെല്ലാൻ പറ്റും. ഇതുപോലെ ട്രെയിനും ബസ്സിനും ഒക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേരളത്തിൽ നിന്ന് ഈ ഒരു ട്രക്കിങ്ങിന് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ സമയം രാവിലെ 8 മണിയായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒട്ടൻചിത്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കാറായിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് തന്നെ നമ്മൾ പോകുന്ന ആ ഒരു മലയുടെ വ്യൂ നമുക്ക് ട്രെയിനിനുള്ളിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഇനി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം മല കയറാനായിട്ട് പോകുവാനായിട്ട്. ഈ ഒരു ടൗൺ വിട്ടിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് തന്നെ ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫ്രഷപ്പ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാൻ. രാവിലെ തന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ പോകുമ്പം അങ്ങോട്ടേക്ക് യാത്രയ്ക്ക് ആവശ്യമുള്ള ഫുഡും വെള്ളവും ഒക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് കഴിവതും ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കീരന്നൂർ പോകുന്ന റൂട്ടിൽ വേണം നമുക്ക് പോകുവാനായിട്ട്. ആ റൂട്ടിൽ പോകുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് ഡയറക്റ്റ് മലയുടെ അടിവാരത്ത് ഇറങ്ങാൻ പറ്റുന്നതാണ്. കുറേ നേരം ബസ്സിലിരുന്നിട്ട് വണ്ടി എടുക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോഴാണ് ഇനി 1.5 മണിക്കൂറിന് ശേഷമേ വണ്ടി പുറപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം ഡ്രൈവർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ച് പോകാനുള്ളൊരു പ്ലാനിലാണ്. ഓട്ടോക്കാരനായിട്ട് ബാർഗെയിനൊക്കെ ചെയ്ത് റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് അവിടെ വരെ പോകുവാനായിട്ട് അദ്ദേഹം 550 രൂപയായിട്ട് പറഞ്ഞ് ഫിക്സ് ചെയ്തത്. ഓട്ടോയുടെ മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ 7 പേരാണ് ഇപ്പോൾ ഇത് യാത്ര ചെയ്യുന്നത്. എന്തായാലും ഓട്ടോയുടെ ബാക്കിലിരുന്നുള്ള യാത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ദൂരെ കാണുന്നതാണ് നമുക്ക് കയറേണ്ട മല. ഇവിടുന്ന് ഇനിയും ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. അത്രയും ദൂരത്തുനിന്ന് പോലും നമുക്ക് ഈ മല വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 1 കിലോമീറ്ററും ഉയരമുള്ള ഈ മല വേണം നമുക്കിനി കയറുവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് മല്ലികാർജുന ടെമ്പിൾ. ഇവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മല കയറുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ചെരുപ്പ് ഉപയോഗിച്ച് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ചെരുപ്പൊക്കെ ഊരിയും മാറ്റി വെച്ചതിന് ശേഷമാണ് ഇനി അങ്ങോട്ട് കയറേണ്ടത്. മലയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഇനിയും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. ഇവിടെ മുതൽ തന്നെ കയറ്റം ആരംഭിക്കുകയാണ്. പോകുന്ന വഴി ഫുള്ള് ഇതുപോലെ വെള്ള പെയിന്റ് അടിച്ചിട്ടിരിക്കുകയാണ്. ഈ മല കയറി തുടങ്ങുമ്പോൾ ആദ്യത്തെ പോർഷനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. എന്നാൽ മുന്നോട്ട് പോകും തോറും മലയുടെ സ്ലോപ്പ് കൂടി വരും. ഏകദേശം 45 ഡിഗ്രിക്ക് മുകളിലൊക്കെ സ്റ്റീപ്പായിട്ടുള്ള ഭാഗത്തൂടെയാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഈ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലത്തെ കുറ്റിക്കാടുകളൊക്കെ ഉണ്ട്. അല്ലാതെ മുന്നോട്ട് തണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും കയറിയപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും മടുത്തിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ അപ്പൂപ്പനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ഈ പോകുന്ന വഴിയിൽ ഉള്ള കൈവരികൾ മൊത്തം സ്ഥാപിച്ചത്. പണ്ടുകാലത്ത് ഈ മലയിലേക്ക് കയറി പോകുവാനായിട്ട് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലായിരുന്നു. വലിയ ശിവഭക്തനായിട്ടുള്ള ഇദ്ദേഹം തൻ്റെ സ്വന്തം സ്വത്തുക്കളൊക്കെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് ഈ വേലിയൊക്കെ ഇവിടെ സ്ഥാപിച്ചത്. ഇതിന്റെ മെയിൻ്റനൻസ് പരിപാടിയൊക്കെ ആയിട്ട് ആള് സ്ഥിരമായിട്ട് ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ട്. ശാന്തി ശക്തിയുള്ള ദൈവം മല്ലേശ്വരര്.
உள்ளே போய் சாமி கும்பிட்டுவாங்க, தவணை செஞ்சுட்டுவாங்க, மேலே வீதியெல்லாம் போய். ഈ മലയുടെ ചുറ്റും ഒരുപാട് കള്ളിമുൾ ചെടികളൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ ആകെ ചെടികൾ എന്ന് പറയാൻ ഇത് മാത്രമാണ് ഉള്ളത്. ഇവിടെ അങ്ങനെ ഒരുപാട് തിരക്കുള്ള സ്ഥലമൊന്നുമല്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ വേറൊരാളെ പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ദീപക്. ഗിന്നസ് റെക്കോർഡിനായിട്ട് അദ്ദേഹം ഈ മല ഡെയിലി 4 തവണ കയറി ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് ഇപ്പം അദ്ദേഹത്തിൻ്റെ 625ാമത്തെ ദിവസമാണ് ഇവിടെ വരുന്നത്. 4 டைம் ஏறிட்டு இருக்கிற அந்த கொண்டரங்கி மலையை 20 நிமிஷத்தில் ஏறிட்டு இருக்கிறேன், 10 நிமிஷத்தில் கீழே இறங்கிட்டு இருக்கிறேன். டெய்லி வந்துட்டு 4 ரவுண்ட் ஏறிட்டு இருக்கிறேன். ஸோ இதில் வந்துட்டு 1000 நாள் ஏறி கின்னஸ் ரெக்கார்ഡ് വാങ്ങും. ഞങ്ങളുടെ ആദ്യത്തെ ട്രക്കിങ്ങിൽ ഇതിൻ്റെ പകുതി പോലും കയറി വന്നപ്പോൾ തന്നെ ഇത്രയും അടുത്തെങ്കിൽ അദ്ദേഹം ഡെയിലി 4 തവണ കയറി ഇറങ്ങുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ശരിക്കും ആലോചിക്കുകയാണ്. ഈ മലയിലേക്കുള്ള ട്രക്കിങ് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് ആണ്. ഏകദേശം 3825 അടിയോളം ഉയരമുണ്ട് ഈ മലയുടെ താഴെ നിന്ന് മുകളിൽ വരെ. പോകുന്ന വഴിയിലോ മുകളിലെത്തി കഴിഞ്ഞതിന് ശേഷമൊന്നും നമുക്ക് വെള്ളം കിട്ടാനായിട്ട് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് മിനിമം ഒരു 3 കുപ്പി വെള്ളമെങ്കിലും കൈ കരുതിക്കൊണ്ടേ പോകാവുള്ളൂ. മുകളിലേക്ക് കയറും തോറും നല്ല ശക്തിയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ മല കയറിയിട്ട് പോലും ശകലം പോലും വേർക്കുന്നില്ലായിരുന്നു. 1 കിലോമീറ്ററോളം ഉയരമുള്ള ഈ മലയുടെ മുകളിലേക്ക് താഴെ നിന്ന് മുകളിൽ വരെ നടന്നെത്തുവാനായിട്ട് ഏകദേശം 3.5 കിലോമീറ്ററോളം നടക്കേണ്ടതുണ്ട്. മലകയറ്റം ഏകദേശം പകുതിയായപ്പോൾ തന്നെ ടെറൈൻ നല്ല ടഫായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി പോകുന്ന ഈ ഒരു ഭാഗം ഏകദേശം 45 ഡിഗ്രിക്ക് കൂടുതലുള്ള സ്ലോപ്പാണ്. ഇപ്പോൾ ഒന്ന് കാല് തന്നെ ഏകദേശം 1500 അടി താഴ്ചയിലേക്കെങ്കിലും നമ്മൾ പോയി വീഴും. ഇവിടെ കേരളത്തിലേക്കൊന്നും അധികം ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ട്രക്കിംഗ് സ്പോട്ടുള്ളതിനെ പറ്റി അറിയില്ല. ഇതൊരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തമിഴ്നാട്ടിലുള്ള ധാരാളം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും യൂട്യൂബിൽ കൂടെയൊക്കെയാണ് മലയാളികൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്. പോകുന്ന വഴിയിലൊന്നും ഭക്ഷണം കിട്ടാനായിട്ട് യാതൊരുവിധ സംവിധാനങ്ങളുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയ വഴിക്ക് അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിക്കൊണ്ടാണ് പോയത്. വാങ്ങിയതൊക്കെ ഏതായാലും നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു. കുറച്ച് മല കയറിയപ്പോൾ തന്നെ അത്യാവശ്യം വിശപ്പും ദാഹവും ഒക്കെ കലശലായി വന്നിരുന്നു. ഇതാണ് മലയുടെ മുകളിലുള്ള ആ ക്ഷേത്രം. ഇവിടെ ദിവസേന പൂജയൊക്കെ നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് പാറയുടെ ഇടയിൽ വറ്റാത്ത ഒരു ഉറവയുണ്ട്. ഇവിടെ വന്ന് സാധാരണ ആൾക്കാർ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നത് കണ്ടു. എന്നാൽ ഈ വെള്ളം അത്ര സേഫായിട്ട് തോന്നിയില്ല. ഇതിനകത്ത് ഒരുപാട് കുരങ്ങുകളും മറ്റും ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ രാമക്കൽമേടിലും ചതുരംഗപ്പാറയിലൊക്കെ നിൽക്കുമ്പോൾ കാണുന്ന പോലത്തെ കാഴ്ചകളാണുള്ളത്. ഏകദേശം ഉച്ചയാകാറായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിലുണ്ട്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ വന്ന് ഒരു 10 മണിക്ക് മുമ്പൊക്കെ മല കയറി ഇതിൻ്റെ ടോപ്പിലെത്തുന്ന രീതിയിലേക്ക് വരാൻ ശ്രമിക്കുക. അല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വെയിൽ കാരണം കയറി പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇനിയാണ് ഈ ട്രെക്കിങ്ങിൽ ഏറ്റവും പ്രയാസമുള്ള ഭാഗം. ഈ 2 പാറയുടെ ഇടയിലൂടെ കയറി പോകുവാനായിട്ട് കുറച്ച് പ്രയാസമാണ്. ഈ പോർഷന് ഈസിയായിട്ട് കയറി പോകാനായിട്ട് ഇവിടെ ഒരു ചങ്ങലയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ പിടിച്ച് തൂങ്ങിയൊക്കെ വേണം ലാസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് കയറി വരുവാനായിട്ട്.
അങ്ങനെ നടന്ന് ഏകദേശം നട്ടുച്ചയോടുകൂടി ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ഇന്ന് മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വെയിൽ നന്നായി കുറവാണ്. ചില സമയത്ത് വെയിൽ തെളിഞ്ഞു വരികയും ചില സമയത്ത് മഴക്കാർ വന്ന് മൂടുന്നത് കൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനം കൊണ്ടരങ്ങി മല കീഴടക്കി. ഇതാണ് മലയുടെ ടോപ്പിലുള്ള കാഴ്ചകൾ. ഏകദേശം ഒരു 1.5 വർഷത്തിന് മുമ്പാണ് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ട്രക്കിങ് പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. അന്ന് ഫോണിലെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടപ്പോൾ മുതൽ ഈ ഒരു പ്ലേസ് ബക്കറ്റ് ലിസ്റ്റിൽ കയറി കൂടിയതാണ്. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ആ ഒരു ആഗ്രഹം സാധിച്ചൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. മോസ്റ്റ് ഡേഞ്ചറസ് ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നാസിക്കിലെ ഹരിഹർ ഫോർട്ടാണ്. എന്നാൽ അതിലും ഡേഞ്ചറസ് ആണ് ഈ ഒരു മലകയറ്റം. ശരിക്കും ഹരിഹർ ഫോർട്ടിനേക്കാളും ഉയരമുണ്ട് ഈ കൊണ്ടരങ്ങി മലയ്ക്ക്. ഒരു ശിവലിംഗത്തിൻ്റെ ആകൃതിയുള്ള ഈ മലയുടെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും. നട്ടുച്ച ആയതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ ഇപ്പോൾ നല്ല ശക്തിയിൽ വെയിലുണ്ട്. അതുകൊണ്ട് അധികം സമയം സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഡിണ്ടികളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കണമെന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. അതെ, ദ ഫേമസ് തലപ്പാക്കട്ടി ബിരിയാണി. ഞങ്ങൾ ഏകദേശം 4:30 കൂടിയാണ് ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആദ്യം ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഞങ്ങളെല്ലാവരും തന്നെ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, എന്നാൽ ഇതിനകത്ത് ചിക്കൻ പീസൊക്കെ വളരെയധികം കുറവായിരുന്നു. റൈസിൻ്റെ ഫ്ലേവർ അതിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ ട്രക്കിംഗ് ട്രാവൽ വീഡിയോസൊക്കെ കാണുവാനായിട്ട് ARJ ട്രെയിൽസ് എന്ന ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.